നമസ്കാരം. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അരവിന്ദ വിദ്യാമന്ദിർ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്ന ജനം ടി വിയുമായിട്ട് സഹകരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ ഇത്രയും സമയം നിങ്ങളുടെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ലഹരിയെന്നും ഏതൊക്കെ തരത്തിൽ ലഹരി നിങ്ങളെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളെ വളരെ വിശദമായിട്ട് അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ ഭാഗമായി, എന്നാണ് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം? എന്നാണ്? ജൂണ്? ഞാനിവിടെ വന്നിരുന്നില്ലേ? വന്നിരുന്നു. അപ്പോൾ നമ്മൾ അന്നൊരു പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു, ഇതേപോലെ ഒരു പ്രതിജ്ഞയൊക്കെ എടുത്തിരുന്നു ഇല്ലേ? കുറേ പേര് ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നു. നമ്മുടെ ഇവിടുത്തെ ജനറൽ അസംബ്ലിയുടെ ഭാഗമായിട്ട് കുട്ടികളുടെ ഇടയിൽ നമ്മൾ വന്നിരുന്നു. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് ലഹരിയെ സംബന്ധിച്ച് വളരെ ചെറിയ തോതിൽ ഒരു അവയർനെസ് കാര്യങ്ങളുമൊക്കെ പറഞ്ഞു തന്നിരുന്നു. എന്നാൽ അതിലൊക്കെ ഉപരിയായിട്ട് വളരെ വ്യക്തമായിട്ടും എങ്ങനെ ലഹരി നിങ്ങളെ ബാധിക്കുന്നു, ഏതൊക്കെ തരത്തിലുള്ള ലഹരി ഉണ്ടെന്നും ഒക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞിരുന്നു അല്ലേ, ടീച്ചർ നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയപ്പോൾ കവിത ടീച്ചർ പറഞ്ഞിരുന്നു. എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് ഈ ലഹരി ഇത്ര വ്യാപകമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കും അതിൻ്റെ കാരണം? അതിൻ്റെ കാരണവും ടീച്ചർ പറഞ്ഞിരുന്നു. എന്തായിരുന്നു കാരണം? എന്താണ് കാരണം? കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ കാരണം നിങ്ങളാണ്. അതാണ് ടീച്ചർ പറഞ്ഞത്. ഇവിടെ പ്രസംഗിച്ചവരും ഇവിടെ പറഞ്ഞവരും എല്ലാം പ്രതിപാദിച്ചൊരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന മഹത് രാജ്യത്തിൻ്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ആരാണ്? രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഉൾക്കൊള്ളുന്ന ഈ യുവജനതയാണ്, യൂത്താണ്. 2040 കൂടിയിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിൻ്റെ നെറുകയിലെത്തുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതായത് മാനവ വിഭവശേഷിയുടെ കാര്യത്തിൽ, ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇന്ത്യയിലെ യൂത്ത് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള ശക്തിയായിട്ട് മാറുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്താരാഷ്ട്ര ചാനലുകളിൽ കൂടെയും വിദേശ രാജ്യങ്ങളിലൂടെയും കടൽ കടന്നും അല്ലാതെയും ഒക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരുമാകുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ജനതയുടെ ഈ ശക്തിയെ ഇല്ലാതാക്കിയാൽ, ആ ശക്തി ക്ഷയിച്ചാൽ ഓരോ കുടുംബങ്ങളിലേക്കും, ഓരോ കുടുംബത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ഓരോ ആണിക്കല്ലെന്ന് പറയുന്നത് ആ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഓരോ വ്യക്തികളും കുടുംബങ്ങളായിട്ടും, ആ കുടുംബങ്ങൾ സമൂഹമായിട്ടും, ആ സമൂഹം രാഷ്ട്രമായിട്ടും മാറുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്ന അതിൻ്റെ ബേസിക് സ്റ്റോണിനെ ഇല്ലാതാക്കിയാൽ ഈ രാജ്യത്തെ നശിപ്പിക്കാമെന്ന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളോട് കൂടി തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ചാനലുകൾ വഴി നമ്മുടെ രാജ്യത്തേക്ക് ഈ ലഹരി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി ഇല്ലാതാക്കി, രാജ്യത്തെ ദുർബലപ്പെടുത്തി. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കോവിഡ് കാലഘട്ടത്തിൽ നിങ്ങളുടെ കൈകളിലേക്ക് ഓഫ്ലൈൻ മീഡിയയിൽ നിന്ന് നിങ്ങൾ ഓൺലൈനിലേക്ക് മാറിയപ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് എത്തപ്പെട്ട മൊബൈൽ ഫോണുകൾ, അതും ഒരു അഡിക്ഷനാണ്. മുമ്പ് ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് സന്തോഷം തരുന്ന വസ്തുവുണ്ട്. നമ്മുടെ സെറിബ്രൽ കോർട്ടക്സിനെയും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെയും ഉത്തേജിപ്പിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ആ ശക്തി എന്ന് പറയുന്ന, അല്ലെങ്കിൽ തലച്ചോറിനെ നിയന്ത്രിക്കുന്ന ആ ശക്തി, നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ശക്തി, ഡോപ്പോമൈൻ എന്ന് പറയുന്ന എഫക്റ്റ്, നിങ്ങളൊരു വസ്തു അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന ആ ഹോർമോൺ, ആ ഡോപ്പോമൈൻ സെക്രീഷൻ അവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുമ്പോൾ അവിടെ ഡോപ്പോമൈൻ എഫക്റ്റ് കൂടുതലായിട്ടുണ്ടാകും. ഈ ഡോപ്പോമൈൻ കൂടുതലായിട്ട് നമ്മുടെ തലച്ചോറിനെ സ്രവിപ്പിക്കുകയും അത് ബ്ലഡിൽ കൂടി കലർന്ന് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും എത്തുകയും അത് കൂടുതൽ ഉത്തേജനം നൽകുകയും ചെയ്യുന്നു. ലഹരി പ്രധാനമായിട്ടും ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നാർക്കോട്ടിക് ഡ്രഗ്സ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതോടൊപ്പം തന്നെ ഹാലൂസിനേഷൻ കിട്ടുന്നുണ്ട്.
അതിനെ നമ്മൾക്ക് കോമൺ ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിപ്രസൻസ്, അതായത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ സാറ് പറഞ്ഞു കഴിഞ്ഞു, ചാരായവും ആൽക്കഹോളും ഉൾപ്പെടുന്ന ആ ഒരു മീഡിയയിൽ വരുന്ന ഡിപ്രസൻസ്. 2 കഫീനും അതോടൊപ്പം തന്നെ ചായയിലുള്ള ആ ടാനിനും ടാനിക് ആസിഡും ഒക്കെ ഉൾപ്പെടുന്ന, അതുപോലെ കോക്കക്കോളയിലും ഒക്കെ ഉൾപ്പെടുന്ന കഫീൻ, ഇതൊക്കെ തരുന്ന സ്റ്റിമുലന്റ്. 3-മതായിട്ട് വളരെ മാരകമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന, നമുക്ക് വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളമുണ്ടെന്ന് തോന്നും, വെള്ളമുള്ളിടത്ത് വെള്ളം ഇല്ലെന്ന് തോന്നും. ഹാലൂസിനേഷൻ, മതിഭ്രമം ഉണ്ടാക്കും. അവരെ മതിഭ്രമദായിനികൾ എന്നാണ് അറിയപ്പെടുന്നത്, ഹാലൂസിനോജൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ മതിഭ്രമദായിനികൾ കഴിച്ചതിന് ശേഷം ഈ പറഞ്ഞ ഈ ഹൈബ്രിഡ് കഞ്ചാവ് പോലെയുള്ള ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന, മാജിക് മഷ്റൂം പോലെയുള്ള ഹാലൂസിനേഷൻ ഉണ്ടാക്കുന്ന MDMA, LSD ടാബുകൾ, ഇവയൊക്കെ ഉണ്ടാക്കുന്ന ഹാലൂസിനേഷൻ കൊണ്ട് നമുക്ക് മനുഷ്യനെ മനുഷ്യനല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുന്നു. നേരത്തെ സാറ് പറഞ്ഞിരുന്നു 12,000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1350 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഡെവലപ്പ് ചെയ്ത നമ്മുടെ പ്രപഞ്ചം, ആ പ്രപഞ്ചം അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ കടന്ന് 12,000 വർഷങ്ങൾക്ക് മുമ്പ് അഗ്രിയേറിയൻ ആയിട്ടുള്ള ഒരു കൾച്ചറിലേക്ക് വന്നു. അഗ്രികൾച്ചർ എന്നാണ് പറയുന്നത്. നമ്മുടെ സംസ്കാരമാണ് കൃഷി എന്ന് പറയുന്നത്. ആ സംസ്കാരത്തിലൂടെ ഉടലെടുത്ത് നമ്മുടെ ഈ മാനവികത അല്ലെങ്കിൽ മാനവ വിഭവശേഷിയെ ഇല്ലാതാക്കുന്ന, ഉന്മൂലനം ചെയ്യുന്ന പ്രക്രിയയിലൂടെയാണ് ഈ ലഹരി എന്ന് പറയുന്ന വസ്തുക്കൾ കടന്നു വരികയും നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ രാഷ്ട്രത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ യുവജനങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഈ ലഹരി വസ്തുക്കളെ, ഈ മാരകമായ ലഹരി വസ്തുക്കളെ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അതിന് ഈ പറഞ്ഞ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാവണം. അതാണ് വേണ്ടത്. നമുക്ക് സേ നോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നമ്മളെല്ലാവരും പറയുന്നു, ലഹരി വേണോ? ലഹരി വേണോ? ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലഹരി ഉണ്ടാവണം. എന്ത് ലഹരി ഉണ്ടാവണം? സേ യെസ് ടു ലൈഫ്. നിങ്ങൾക്ക് ജീവിതത്തോട് ലഹരി ഉണ്ടാവണം. നിങ്ങൾക്ക് പഠിക്കുന്ന പഠനത്തോട് ലഹരി ഉണ്ടാവണം. നല്ല ഭക്ഷണത്തോട് ലഹരി ഉണ്ടാവണം. നല്ല സംഗീതത്തോട് ലഹരി ഉണ്ടാവണം. നല്ല ജീവിതത്തോട് ലഹരി ഉണ്ടാവണം. നല്ല കാഴ്ചപ്പാടുകളോട് ലഹരി ഉണ്ടാവണം. ഇതൊക്കെ ആവണം നിങ്ങളുടെ ലഹരി. സേ നോ ടു ഡ്രഗ്സ്. നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, ഈ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്ന, ഈ സമൂഹത്തിന് ദോഷം വരുത്തുന്ന മാരകമായിട്ടുള്ള സിന്തറ്റിക് ലഹരിയോട് നമുക്ക് എന്ത് പറയണം? സേ നോ പറയണം. ആ ഒരു നോ കൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് പറയുന്ന ആ നോയ്ക്ക് ഒരു ശക്തി വേണം. വേണ്ടേ? വേണോ? വേണം. എങ്ങനെ പറയണം നോ? പോരാ, 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 അതിലും പോരാ. നല്ല ശക്തിയായിട്ട് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആരെങ്കിലും നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് നിങ്ങളെ തോണ്ടുക, അയാൾ വീണ്ടും തോണ്ടില്ലേ? വീണ്ടും തോണ്ടും. അപ്പം നിങ്ങൾ പറയും നോ. ഒന്നും കൂടി തോണ്ടി. അപ്പം നിങ്ങൾ എന്ത് പറയും? നോ. പക്ഷെ നിങ്ങൾ ശക്തമായിട്ട് അയാളുടെ അടുത്ത് തിരിഞ്ഞു നിന്നിട്ട് നോ എന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നീട് അയാൾ അതിന് മുതിരുമോ? അപ്പം നിങ്ങൾ എങ്ങനെ പറയണം? എങ്ങനെ പറയണം? എങ്ങനെ നോ പറയണം? പോരാ. ഇവിടെ മുഴങ്ങട്ടെ നിങ്ങളുടെ ശബ്ദം. ഞാൻ പറഞ്ഞു തരുന്നത് നല്ല ഉച്ചത്തിൽ പറയണം. സേ യെസ് ടു ലൈഫ്, നോ ടു ഡ്രഗ്സ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് അത് മാറാതിരിക്കട്ടെ. ഒരുമിക്കാൻ നമ്മുടെ മക്കൾക്കായി എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് ഇവിടെ വിളിക്കുകയും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് ഇത് തുടർന്നുകൊണ്ട് പോകണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോഗ്രാം. ആ കണ്ടിന്യൂസ് പ്രോഗ്രാമിൽ നിങ്ങൾ ഓരോരുത്തരും ഭാഗമാക്കാകണം. നിങ്ങളുടെ കുടുംബങ്ങൾ ഭാഗമാക്കാകണം. നമുക്ക് നമ്മുടെ രാജ്യത്തിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ ലഹരിയെ നമുക്ക് തുടച്ചു നീക്കുവാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷന്റെ എല്ലാ തരത്തിലുമുള്ള സഹായവും നിങ്ങൾക്കുണ്ടാകും. ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് മുമ്പേ പറഞ്ഞ നമ്പറുകൾ 9959, അതിനുശേഷം 6 പ്രാവശ്യം 5 പ്രാവശ്യം 6, അതായത് 6666 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചു പറയാവുന്നതാണ്.
ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് ജില്ലയിലെ തന്നെ ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ ഇന്ന് കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഇവിടെയുള്ള കോർഡിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. എല്ലാ തരത്തിലും ഈ ലഹരിയെ നമ്മുടെ സമൂഹത്തിൽ നിന്നും കുട്ടികളുടെ ഇടയിൽ നിന്നും നമ്മൾക്ക് മാറ്റുവാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ള കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള ഇതിനുള്ള സഹായവും പള്ളിക്കത്തോട് പോലീസ് സ്റ്റേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.